ലൈഫ് പദ്ധതിയുടെ പേരിൽ മലപ്പുറം വളാഞ്ചേരിയിൽ UDF നടത്തുന്ന കുപ്രചാരണം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് LDF ഡിവിഷൻ കമ്മിറ്റി. നിലവിലെ 1-ാം ഡിവിഷൻ കൗൺസിലർ റസീനയ്ക്കെതിരെയാണ് വ്യാജ പ്രചാരണം. സർക്കാരിന്റെ പട്ടയ ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 കുടുംബങ്ങളിൽ 3 കുടുംബം നഗരസഭയുടെ ലൈഫ് ഭവന പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർക്കാർ ജനുവരിയിൽ പട്ടയം കൊടുക്കാനിരിക്കെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുകയാണ് UDF ചെയ്തതെന്ന് LDF വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം മാത്രം ലൈഫ് പദ്ധതിയിൽ ഭൂരഹിത ലിസ്റ്റിൽ വാർഡിന് ഇത്രയധികം 8 ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഈ മത്സരിക്കുന്ന വ്യക്തിയുടെ വാർഡിന് ആകെ 2 ഉള്ളൂ. കാരണം ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ റസീന മാലിക്കിൻ്റെ ഇടപെടൽ അവിടെ തന്നെ വ്യക്തമാണ്. നമ്മുടെ വാർഡിനകത്ത് വന്ന സമയത്ത് അവർക്ക് ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ടാവും അവിടെ താമസമായിട്ട്. ആ അടിസ്ഥാനത്തിൽ ആ വോട്ട് പോലും ഇല്ലാത്ത വ്യക്തികളെ നമ്മുടെ വാർഡിനകത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെയുള്ള എല്ലാ രേഖകളും എല്ലാം തരപ്പെടുത്തി കൊടുത്തത് ഈ റസീന മാലിക് എന്നുള്ള ഈ കൗൺസിലറാണ്. ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയപ്പോൾ ഈ ഫയലുകളൊക്കെ വീണ്ടും റിട്ടേൺ പോയിട്ട് 2020 റസീന മാലിക് കയറിയ സമയത്ത് ഞങ്ങൾ അസാധാരണമാണ്. കാരണം അത്രയും സമയത്തൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഫയൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അങ്ങനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ട് നേരെ ഞങ്ങൾ അന്നത്തെ റവന്യൂ മിനിസ്റ്റർക്ക് നേരിട്ട് പോയി ഓഫീസിൽ പോയിട്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് ഇവരെ ഉൾപ്പെടുത്താൻ സാധിച്ചത്. പ്രചാരണ രംഗത്ത് ഇക്കുറിയും വ്യത്യസ്തനാവുകയാണ് കോട്ടയം എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ മാത്യൂസ് പെരുമങ്ങനാട്. സ്വന്തം ചിഹ്നമായ ടെലിവിഷൻ തലയിൽ ചുമന്നാണ് ഇദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. 2015 ആദ്യമായി മത്സരിച്ച് ജയിച്ച വാർഡിലാണ് ഇക്കുറിക്ക് മാത്യൂസ് അംഗത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സ്വന്തം ചിഹ്നങ്ങളായ ബൾബും ഫുട്ബോളും കയ്യിലേന്തിയാണ് മാത്യൂസ് പ്രചാരണത്തിനിറങ്ങുന്നത്. 5-ാം വാർഡിലെ 450ഓളം വീടുകളിലും ടെലിവിഷനുമായി മാത്യൂസ് എത്തുന്നുണ്ട്. ഇത്തരം വ്യത്യസ്തമായ ചിഹ്നങ്ങൾ വോട്ടർമാരുടെ മനസ്സിൽ ആഴത്തിൽ പതിയുമെന്നാണ് മാത്യൂസ് പറയുന്നത്. ഞാൻ രാവിലെ ഈ നമ്മുടെ ചിഹ്നം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ മത്സരിക്കുന്ന ചിഹ്നം അവസാനമായിട്ട് ഇറങ്ങി വന്ന ചിഹ്നം ഒന്ന് പരിചയപ്പെടണം. ഞാൻ കഴിഞ്ഞ വർഷം മത്സരിച്ചത് ഫുട്ബോളായിരുന്നു. ഇതായിട്ട് ആ വാർഡിലേക്ക് വെട്ടിപ്പെട്ട് കയറി TV ആണ്. TV പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊക്കെ ഇടയിൽ കയറിയുണ്ട്. എല്ലാ സഹായവും അനുഗ്രഹമൊക്കെ വേണം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ വർഷവും ഞാൻ നിൽക്കുന്ന ചിഹ്നവുമായിട്ട് എല്ലാ വീട്ടിലും വോട്ട് ചോദിച്ചിരുന്ന ഒരു പതിവ് എനിക്കുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് ഈ ആൾറൂം വിഭാഗത്തോടെ ഞാൻ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ TV തലയിൽ ചുവന്ന് നിൽക്കുന്നതിൻ്റെ ഒരു 100 മീറ്റർ മാറി ഒരു ഫ്ലൈവുഡ് ഫാക്ടറിയും അതുപോലെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് അമോണിയം ഫാക്ടറിയും വരുവാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണി തൊട്ട് ഞങ്ങൾ ഈ ചിഹ്നവുമായിട്ട് ഓരോ വീടുകളിൽ കയറി എല്ലാവരെയും സമീപിച്ചുകൊണ്ടോ ഞങ്ങളുടെ ചിഹ്നം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ ഫാക്ടറികൾ വന്നാലുണ്ടാകുന്ന ദോഷവശങ്ങൾ ഈ നാട്ടുകാരെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ശ്രീലങ്കൻ വനിതയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കന്നി വോട്ട്. ശ്രീലങ്കൻ സ്വദേശിനിയായ ലാലാനി സുജീവ ക്രണ്ടുകോട കണ്ണങ്കയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സമ്മതിദാനം വിനിയോഗിക്കാൻ ഒരുങ്ങുന്നത്. ലാലാനി സുജീവ ക്രണ്ടുകോട കണ്ണങ്കി വോട്ടവകാശത്തിനായി കാത്തിരുന്നത് 1ഉം 2ഉമല്ല 21 വർഷക്കാലമാണ്. ആ കാത്തിരിപ്പിന് വിരാമമായി ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 11-ന്. ശ്രീലങ്കൻ സ്വദേശിനിയായിരുന്ന ലാലാനി ഇന്ന് ഇന്ത്യയുടെ ഭാഗമാണ്. 2004-ൽ തൃശൂർ പുതുക്കാട് സ്വദേശി അരോടി വീട്ടിൽ ബൈജുവിനെ വിവാഹം കഴിച്ചതോടെ തൃശൂരിൽ സ്ഥിരതാമസമായി. എന്നാൽ പൗരത്വം ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം ഇവർ വിസ പുതുക്കിയാണ് കേരളത്തിൽ നിന്നിരുന്നത്. ഒടുവിൽ കഴിഞ്ഞ വർഷം പൗരത്വം ലഭിച്ചതോടെയാണ് വോട്ടർ പട്ടികയിലടക്കം പേര് ചേർക്കുന്ന നടപടികളുണ്ടായത്. ഇന്ത്യക്കാരിയായി മാറാൻ സാധിച്ചതിലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാൻ കഴിയുന്നതിലും അതിയായ സന്തോഷമെന്ന് ലാലാനി പറഞ്ഞു. വിദേശത്ത് ജോലി ചെയ്യുന്ന ബൈജുവും 15കാരൻ മകനും അടങ്ങുന്നതാണ് ലാലാനിയുടെ കുടുംബം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ചൊക്കനാട് എസ്റ്റേറ്റിലെ 11-ാം വാർഡ് ഇത്തവണ പിടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. LDF വാർഡിൽ വിജയമുറപ്പാണെന്ന് LDF സ്ഥാനാർത്ഥിയെ അധ്യാപികയായ മണിമേഖല കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ 13-ാം വാർഡ് വലിയ കടുത്ത മത്സരത്തിന് കളമൊരുങ്ങുന്ന ഒരു വാർഡ് കൂടിയാണ്. ഈ വാർഡിൽ ഇത്തവണ മത്സരിക്കുന്നത് ഒരു അധ്യാപിക കൂടിയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിടുവേ. என் பேரு மணிமேகலா ஐ.
நான் இருக்கிறது சொக்கநாடு எஸ்டேட், ஒய்ஃப் ஆஃப் அஜித் குமார். நான் ஒரு டீச்சர். இங்கே 11ஆம் வார்டில் இந்த தடவை பஞ்சாயத்து மெம்பராக മത്സരിக்கிறேன். ഈ ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ ഈ മത്സരത്തിന് ഇങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത്? ഇല്ല, ഇത് എനിക്ക് ആദ്യമല്ല. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ AASFന് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടല്ല. ഈ നിലവിൽ UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ഇത് 3 വർഷമായിട്ട് UDF ആണ് ഈ 13ആം വാർഡ് അവരുടെ കയ്യിലാണ്. അപ്പൊ ഇത്തവണ അധ്യാപക എന്ന നിലയ്ക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷയൊക്കെ? എനിക്ക് നല്ല ഹോപ്പുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പറയുമ്പം ചൊക്കനാട് വാർഡാണെങ്കിലും ഓൾഡ് മൂന്നാർ വാർഡാണെങ്കിലും പോയി നോക്കിയപ്പോൾ ആൾക്കാർക്ക് നല്ല പരാതികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് ആളുകൾ പറയുന്നത്. 15 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നു, പക്ഷെ ആൾക്കാർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല. ഈ കമ്പിലി, കട്ടില് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവർക്കൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് ആൾക്കാർ പരാതി പറയുന്നത്. പിന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പം ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ 3rd ഇയർ കുട്ടികൾക്ക് ആദ്യം കൊടുക്കണം, പിന്നെ 2nd ഇയർ കുട്ടികൾക്ക്, പിന്നെയാണ് 1st ഇയർ കുട്ടികൾക്ക് തരേണ്ടത്. പക്ഷെ കിട്ടുന്നത് 1st ഇയർ കുട്ടികൾക്കാണ് ആദ്യം കിട്ടുന്നത്. അതൊക്കെ നോക്കുമ്പം ഇവര് വല്ലാത്ത ചതിയാണ് ആൾക്കാരോട് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വരുമ്പം ഇതൊന്നും കാണിക്കില്ല. കാരണം വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളോട് ചിന്തിക്കുന്നതാണെങ്കിലും ഞങ്ങൾ കുറച്ചും കൂടി മേലിലോട്ടാണെന്നാണ് എൻ്റെ ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇവിടെ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഏതായാലും ഇപ്പോൾ തോട്ടമേഖലയിലേക്ക് ഇപ്പോൾ ഒരു പ്രചാരണത്തിനൊക്കെ പോകുമ്പോൾ ഈ മക്കളുടെ ഇടയിൽ, അതായത് തൊഴിലാളികൾക്കിടയിൽ ഉങ്ങൾക്കൊരു സ്വീകരണം ഉണ്ടാവുമല്ലോ, അതെങ്ങനെയൊക്കെയാ? ആൾക്കാർ ചെല്ലുമ്പോഴേ കെട്ടിപ്പിടിക്കുന്നു. കാരണം അവർക്കൊന്നും കിട്ടിയിട്ടില്ല, അതാണ് പറയാനുള്ളത്. 15 വർഷമായിട്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നിട്ടും അവർക്കൊന്നും ഒന്നും കിട്ടുന്നില്ല. ആൾക്കാരിലോട്ട് അത് എത്തുന്നില്ല എന്നാണ് അവരുടെ പരാതി. പക്ഷെ LDF ഭരിക്കുന്നുണ്ട്, LDF എല്ലാം നൽകുന്നുണ്ട്. അത് മെമ്പറുടെ സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. പക്ഷെ അവർക്ക് അതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പുതിയൊരു മാറ്റം വരട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക്. നിലവിൽ ആദ്യമായിട്ട് പെട്ടെന്നൊരു പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. നിലവിൽ നിങ്ങളുടെ കുടുംബക്കാരും അതുപോലെ ഹസ്ബൻഡും ഇത് എങ്ങനെയാണ് കണ്ടത്? ഹസ്ബൻഡ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടാണ്. കുടുംബക്കാരും സപ്പോർട്ട് തന്നെയാണ്. പഠിച്ച കുട്ടിയാണ്, നിക്കട്ട്, അവർക്ക് പുതിയൊരു ഇത് കിട്ടട്ട്, ഒരു നല്ല അനുഭവമല്ലേ കിട്ടട്ട് എന്നൊക്കെയാണ് വീട്ടുകാർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്റെ ദൗത്യമാണ്. ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ചെയ്യാൻ? ആദ്യം ഒരു വികസനം എന്നതാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മൂന്നാർ പഞ്ചായത്തിലാണെങ്കിൽ ഒരുപാട് വികസനം ഉണ്ടാക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ട്. വികസനം എന്ന് പറയുന്നത് ഇത് ചെറിയ ചെറിയ കാര്യങ്ങളല്ല വികസനം. നല്ലൊരു ബസ് സ്റ്റോപ്പ്, നല്ല ബാത്റൂം, ഇങ്ങനത്തെ നല്ല നല്ല വികസനങ്ങളുണ്ട്. ചെയ്യണം നല്ല ആഗ്രഹങ്ങളുണ്ട്. ഇവിടെയാണെങ്കിലും ആൾക്കാർക്ക് കിട്ടാനുള്ളത് ഇപ്പൊ ലാപ്ടോപ്പ് ആണെങ്കിൽ ആദ്യം 3rd ഇയർ കുട്ടികൾക്ക് കൊടുക്കുക, പിന്നീട് 2nd ഇയർ, പിന്നീടാണ് 1st ഇയർ കുട്ടികൾക്ക്. അതനുസരിച്ച് വേണം കൊടുക്കണം എന്നുള്ള നല്ല നല്ല ഐഡിയാസ് ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് എല്ലാ ഐഡിയാസും ഇപ്പൊ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ജയിച്ച് വന്നു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും. ജയിക്കും എന്നുള്ളൊരു വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അത് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ആൾക്കാർ ചെല്ലുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ ജയിക്കുമോ തോറ്റു പോകുമെന്ന്. അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് നല്ല ഹോപ്പുണ്ട്. ഞാൻ ജയിക്കും. ഏതായാലും UDFന്റെ സീറ്റ് ഇത്തവണ താൻ കൈക്കലാക്കും എന്ന് തന്നെയാണ് മണിമേഖലയുടെ ഒരു ആത്മവിശ്വാസം. ഏതായാലും ആ ആത്മവിശ്വാസം തുടരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്. മഹാരാഷ്ട്രയിൽ കാമുകന്റെ മൃതശരീരത്തെ വിവാഹം ചെയ്ത യുവതി. നന്ദേദിലാണ് സംഭവം. 21-കാരി അഞ്ചൽ മാമിദാറാണ് സംസ്കാര ചടങ്ങിനിടെ കാമുകൻ സാക്ഷാം ടേറ്റിന്റെ മൃതദേഹത്തിൽ വർണ്ണമാല്യം ചാർത്തിയത്. ജാതിവേറിയുടെ പേരിലാണ് സാക്ഷ്യത്തെ അഞ്ചലിന്റെ സഹോദരന്മാരും പിതാവും ചേർന്ന് കൊലപ്പെടുത്തിയത്. ഇതര സമുദായത്തിൽപ്പെട്ട യുവാവിനെ മകൾ വിവാഹം കഴിക്കുന്നതിന് കുടുംബം എതിരായിരുന്നു. അഞ്ചലിന്റെ സഹോദരന്മാരായ ഹിമേഷ്, സാഹിൽ, പിതാവ് ഗജാനൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാക്ഷാമിന്റെ മൃതദേഹത്തെ അഞ്ചൽ വിവാഹം കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. വിവാഹം നടത്താമെന്ന് സഹോദരന്മാർ ഉറപ്പു നൽകിയെന്നും അവസാന നിമിഷം അവർ വഞ്ചിച്ചുവെന്നും അഞ്ചൽ പറഞ്ഞു.
കൊല്ലം കുണ്ടറ ഇണ്ടിളിയപ്പൻ മഹാദേവ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ചു. രാവിലെ പൂജാരി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പലത്തിലെ മേൽശാന്തിയുടെ സഞ്ചിയിലുണ്ടായിരുന്ന വാച്ചും മോഷ്ടിച്ചു. തുടർന്ന് അമ്പലത്തിന്റെ ഉള്ളിലുള്ള കിണറ്റിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ച് കൈയും കാലും കഴുകി അവിടെ കിടന്നുറങ്ങി ക്ഷീണം മാറ്റിയ ശേഷമാണ് മോഷ്ടാവ് അമ്പലത്തിന് പുറത്തു പോയത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. ഇതിനു മുൻപ് 3 തവണ ഈ അമ്പലത്തിൽ മോഷണം നടന്നുവെങ്കിലും കള്ളന്മാരെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. തൃശൂർ പാലപ്പള്ളിയിൽ പുലി പശുവിനെ കടിച്ചുകൊന്നു. മുപ്പിളി സ്വദേശി അലവിയുടെ പശുവിനെയാണ് പുലി പിടിച്ചത്. ഹരിസൺ മലയാളം മുപ്പിളി എസ്റ്റേറ്റിലാണ് സംഭവം. എലിക്കോട് ഫീൽഡ് ഓഫീസറുടെ വീടിന് സമീപത്തു നിന്നും 2 വയസ്സ് പ്രായമായ പശുക്കുട്ടിയെയാണ് കടിച്ചു കൊന്നത്. കുണ്ടായി, ചൊക്കന എന്നീ പ്രദേശങ്ങളിൽ പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 4 തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങിയത്. കഴിഞ്ഞ മാസം പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശത്ത് പുലിയുടെ ആക്രമണം കൂടി പതിവായതോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്താതിരിക്കാൻ വനാതിർത്തിയിൽ കിടങ്ങുകൾ തീർക്കണമെന്നും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി മറയൂർ ചിന്നാറിൽ ആംബുലൻസ് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. രോഗിയെ ഉദുമൽപേട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തിരിച്ചു വരുന്നതിനിടെയാണ് സംഭവം. ആംബുലൻസിന് ഹോൺ മുഴക്കിയതോടെ കാട്ടാന വനത്തിലേക്ക് മടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ED നോട്ടീസിൽ വിശദീകരണവുമായി കിഫ്ബി. ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കിഫ്ബി വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ED നോട്ടീസിലെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നും കിഫ്ബി CEO വ്യക്തമാക്കി. RBI നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഏതുതരം പരിശോധനയ്ക്കും തയ്യാറാണെന്നും CEO വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി. ED നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും കിഫ്ബി ആരോപിച്ചു. നോട്ടീസുകൾ അയക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. നോട്ടീസുകൾ അയച്ചത് 2021 നിയമസഭ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുമാണ്. നോട്ടീസ് മാധ്യമങ്ങൾക്ക് ചോർത്തിയത് മനഃപൂർവ്വമാണെന്നും കിഫ്ബി ആരോപിക്കുന്നു. വിശദീകരണവുമായി കിഫ്ബി. ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കിഫ്ബി വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ED നോട്ടീസിലെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നുമാണ് കിഫ്ബി CEO വ്യക്തമാക്കിയിരിക്കുന്നത്. RBI നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഏതുതരം പരിശോധനയ്ക്കും തയ്യാറാണെന്നും CEO വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ED നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും കിഫ്ബി ആരോപിച്ചു. നോട്ടീസുകൾ അയക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്താണ്. നോട്ടീസുകൾ അയച്ചത് 2021 നിയമസഭ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുമാണ്. നോട്ടീസ് മാധ്യമങ്ങൾക്ക് ചോർത്തിയത് മനഃപൂർവ്വമാണെന്നും കിഫ്ബി ആരോപിക്കുന്നു. വിധി തളർത്തിയ ശരീരവുമായി ഉറ്റവരും ഉടയരുമില്ലാതെ UAE ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റ് കെയർ. 61 വയസ്സുകാരിയായ ജൂലിയറ്റ് ഇഗ്നേഷ്യസ് ആണ് കഴിഞ്ഞ നവംബർ 26 തൃശൂർ എടമുട്ടം ആൽഫയിലെ ആഷസ് കെയർ സെന്ററിൽ അന്തേവാസിയായി എത്തിയത്. മാതാപിതാക്കളും 3 സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബത്തിലായിരുന്നു ജൂലിയറ്റ് ജനിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു. 20ാം വയസ്സിൽ വിവാഹിതയായ ജൂലിയറ്റിന്റെ കുടുംബജീവിതം പക്ഷേ അധികം നീണ്ടുനിന്നില്ല. ഭർത്താവുമായി പിണങ്ങി മകളുമായി വീട്ടിലെത്തിയ ജൂലിയറ്റ് പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു. മകളെ അമ്മയുടെ അടുത്താക്കി ജോലി തേടി ജൂലിയറ്റ് UAEയിലെത്തി. 40 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ പക്ഷാഘാതവും ജൂലിയറ്റിന്റെ ജീവിതത്തിൽ ഇരുൾ പടർത്താനെത്തി. പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയപ്പോൾ ബോധരഹിതയായി നിലത്തുവീണ ജൂലിയറ്റിനെ അവിടെയുള്ളവർ ദുബായിലെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. പക്ഷേ ശരീരം തളരുകയും പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത ജൂലിയറ്റിനെ തിരിച്ചറിയാനുള്ള ഒന്നും തന്നെ ആശുപത്രി അധികൃതർക്ക് ലഭിച്ചില്ല.
1 വർഷം നീണ്ട ചികിത്സകൾക്കൊടുവിൽ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെയെത്തിയെങ്കിലും തുടർന്നുള്ള സംരക്ഷണത്തിന് നിയമപരമായി തടസ്സങ്ങളുള്ളതിനാൽ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ദുബായ് കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയുമായി ഇടപെട്ട് ഇവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിച്ചു. ഇതിനിടെ ആശുപത്രി അധികൃതർ മകളെ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി. ഒടുവിൽ ഇന്ത്യൻ എംബസി അധികൃതർ ആൽഫ പാലിയേറ്റീവ് കെയർ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ അധികൃതർ സമ്മതം മൂളിയതോടെ നവംബർ 26-ന് ദുബായ് കോൺസുലേറ്റ് അധികൃതർക്കൊപ്പം ജൂലിയറ്റ് നെടുമ്പാശ്ശേരിയിലെത്തുകയും എടമുട്ടം ആൽഫയിലെ പുതിയ അന്തേവാസിയായി മാറുകയുമായിരുന്നു. She is happy now. Very happy. Very happy, but little missing also. little missing because 3 sisters are in Mumbai, but there is no good No relation. connection, nothing. Yeah. അപ്പോൾ സിസ്റ്റേഴ്സിനൊക്കെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരൊന്നായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഇല്ല. കാരണം അവർക്കൊരു ബാധ്യതയാവുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇവരെ സിസ്റ്റേഴ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാനിപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരെ അറിയിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ആൾ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ അറിയിച്ചാൽ തന്നെ അവരുടെ അതിപ്പോൾ ആലോചിക്കണം. അവരോട് ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് അവരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ആൾക്ക് വലിയ ആശങ്കയാണ്. ഇംഗ്ലീഷ്, തമിഴ് തുടങ്ങി വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ജൂലിയറ്റിന് ആൽഫയിലെ വിശ്രമ ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും മകളെയും മറ്റു ബന്ധുക്കളെയും ഒരിക്കലെങ്കിലും കാണണമെന്ന ആഗ്രഹം മനസ്സിൽ ഒരു വിങ്ങലായുണ്ട്. പരസഹായത്തോടെ ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജൂലിയറ്റ് ബന്ധുക്കളാരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണിപ്പോഴും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞോ, യൂറോപ്പ് ഇനി കൊല്ലത്തേക്ക്. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. വിളിക്കൂ 9495329847. 162 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ തിരൂർ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 4 വ്യാഴാഴ്ച രാവിലെ 10:30 812 കിലോമീറ്റർ റൺ യുണീക് വേൾഡ് റെക്കോർഡ് ആൻഡ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ബോച്ചയും പ്രശസ്ത സിനിമാ താരം നവ്യ നായരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നു. പർച്ചേസ് ചെയ്യൂ, നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ. 5 പേർക്ക് ബജാജ് ചേതക് EV സ്കൂട്ടറുകൾ. ബമ്പർ സമ്മാനം സുസുക്കി ഗ്രാൻഡ് വിറ്റാര. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 2.9% മുതൽ. ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഓരോ 2 ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റിനം ആഭരണ പർച്ചേസുകൾക്കൊപ്പവും ഗോൾഡ് കോയിൻ സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. വർഷങ്ങൾ കഴിഞ്ഞാലും മായില്ല, മറയില്ല. സഫായ് 7 റൂഫ് ടൈലുകൾ. എന്താ ഭംഗി, എന്താ എടുപ്പ്. പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസ്. ഇനി തീ പിടിക്കുമെന്നോ ചിതലരിക്കുമെന്നോ ഭയക്കണ്ട. വിവിധ അളവുകൾ, ട്രെൻഡി ഡിസൈനുകൾ, മാത്രമല്ല എളുപ്പത്തിൽ ഫിറ്റും ചെയ്യാം. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 35 വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള ധനലക്ഷ്മി ഗ്രൂപ്പ് തൃശൂർ മരത്താക്കരയിൽ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പുതിയ സംരംഭം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ആകർഷകമായ പലിശ നിരക്കിൽ ഫിക്സഡ് സേവിംഗ് ആൻഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകളും നിങ്ങൾക്ക് താങ്ങാവുന്ന പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, സ്മാൾ വാല്യൂ ലോൺ ആൻഡ് ട്രേഡേഴ്സ് ലോണുകളും. ഉടൻ വിളിക്കൂ. ഹെഡ് ഓഫീസിന് പോണ്ടിച്ചേരി, കോർപ്പറേറ്റ് ഓഫീസിൽ മരത്താക്കര, PMG ടവർ, തൃശൂർ. ഞങ്ങളുടെ സർവീസുകൾ കേരള, തമിഴ്നാട്, കർണാടകയിൽ അവൈലബിൾ ആണ്. കോൾ 9188606060. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പ്രളയ മുന്നറിയിപ്പ്. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിലാണ് തമിഴ്നാട്ടിൽ മുന്നറിയിപ്പുള്ളത്. ആന്ധ്രയിൽ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലും പ്രളയ മുന്നറിയിപ്പുണ്ട്. തീവ്ര ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴയാണ്. ചെന്നൈ ഉൾപ്പെടെ 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ചെന്നൈ ഉൾപ്പെടെ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
7 മണിക്കൂറോളം ചെന്നൈയിൽ തുടർച്ചയായി മഴ പെയ്തോടെ വിവിധയിടങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മൈലാപ്പൂർ, പുനമല്ലി, ആവടി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം റോഡിൽ വെള്ളം കയറിയതായിട്ടാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആന്ധ്രയിൽ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലും പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീവ്ര ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റ് അടുത്ത 12 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഇത്തരത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിലാണ് തമിഴ്നാട്ടിൽ മുന്നറിയിപ്പുള്ളത്. ആന്ധ്രയിൽ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീവ്ര ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റ് അടുത്ത 12 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവാരൂർ, നാഗപട്ടണം തുടങ്ങിയ ഡെൽറ്റ ജില്ലകളിലും കനത്ത കൃഷിനാശം മഴയെ തുടർന്നുണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചെന്നൈ ഉൾപ്പെടെ 2 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 മണിക്കൂറോളം ചെന്നൈയിൽ തുടർച്ചയായി മഴ പെയ്തോടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. മൈലാപ്പൂർ, പുനമല്ലി, ആവടി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൃശൂർ ആളൂരിൽ പണയം വെച്ച 106 ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രതി റിമാൻഡിൽ. മതിലകം സ്വദേശിയായ സന്ദീപിനെയാണ് പിടികൂടിയത്. പ്രതിയുടെ സ്ഥാപനമായ ഗോൾഡൻ മണി ഫിൻ സർവീസിൽ പണയം വെച്ച സ്വർണമാണ് തട്ടിയെടുത്തത്. പ്രതിയുടെ സ്ഥാപനത്തിൽ ഫീൽഡ് സ്റ്റാഫായി ജോലി നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരിൽ നിന്നും ഫോട്ടോയും ID കാർഡും പ്രതി കൈക്കലാക്കി. ഈ രേഖകൾ ഉപയോഗിച്ച് പരാതിക്കാരി അറിയാതെ മറ്റൊരു ബാങ്കിൽ അവരുടെ പേരിൽ വ്യാജമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും പരാതിക്കാരി പണയം വെച്ച 136 ഗ്രാം സ്വർണം ഈ ബാങ്കിൽ വീണ്ടും പണയം വെക്കുകയുമായിരുന്നു. ബാങ്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചപ്പോഴാണ് പരാതിക്കാരി സ്വർണം പണയം വെച്ച വിവരം അറിയുന്നത്. തൃശൂർ കല്ലൂർ പാലക്കപ്പറമ്പിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 13 പവൻ സ്വർണം കവർന്നു. കുന്നത്തുപറമ്പിൽ ദിവ്യയുടെ സ്വർണമാണ് മോഷണം പോയത്. ഞായറാഴ്ച കുടുംബം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് അലമാരിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷണം പോയ വിവരം അറിയുന്നത്. തുടർന്ന് ദിവ്യ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുമ്പോൾ എൻ്റെ ഗോൾഡ് അലമാരിയിൽ വെച്ചിരുന്നു. അത് നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും അവർ വന്ന് നോക്കുകയും ചെയ്തു. 13 പവൻ ഗോൾഡ് ഒരു ബോക്സിലാക്കിയാണ് വെച്ചിരുന്നത്. അത് കാണുന്നില്ല. ദേവസ്വം ബോർഡ് എന്നത് സ്വർണം സംരക്ഷിക്കാനുള്ള ബോർഡാണ്, സ്വർണം കക്കാനുള്ള ബോർഡല്ലെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. കോട്ടയം പഞ്ചായത്ത് UDF കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വർണം കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ള ബോർഡല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ അജണ്ടകൾ തീരുമാനിക്കുന്നു. MA ബേബിക്ക് റോളില്ല, D രാജയ്ക്ക് റോളില്ല, ആനി രാജയ്ക്ക് റോളില്ല, LDFൽ ബിനോയ് വിശ്വത്തിന് റോളില്ല, അവരുടെ 4 മന്ത്രിമാർക്ക് റോളില്ല. പകരം മോഡിയെയും ഷായും പോയി കണ്ടുവരുമ്പോഴത്തേക്കും അവര് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഇവര് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ.
തൃശൂർ ചാലക്കുടി ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു. പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സ് സെന്റർ ഡയറക്ടർ ജയൻ ജോസഫ് പട്ടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ അജു ആന്റണി മുഖ്യാതിഥിയായി. പ്രശസ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തി റെഡ് റിബൺ വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണൻ, സിജോ ജോസ്, മനു മേനോൻ, ആകാശ് കൃഷ്ണൻ, രതീഷ് PS, ഏഞ്ചൽ തോമസ്, മഹിമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജയൻ ജോസഫ് പട്ടത്ത് നയിക്കുന്ന എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. ഇരുമ്പളിയം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന N ഖദീജയ്ക്കെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ വിതരണം ചെയ്യുന്ന നോട്ടീസിലുള്ള കാര്യങ്ങൾ വാസ്തവവിരുദ്ധമെന്ന് N ഖദീജ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി അമ്പാളിലെ CPIM നേതാക്കൾ മാനസികമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ഖദീജ പറഞ്ഞു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPIM പാർട്ടി മെമ്പറുമാണ് ഖദീജ. ഞാൻ പാർട്ടിയിൽ നിന്ന കാലത്ത് വികസന സമിതി പറഞ്ഞൊരു സമിതി ഉണ്ടാക്കി. ഇതില് പാർട്ടി സഖാക്കന്മാരല്ലാത്ത ഇതൊന്നും എന്റെ കൈവശമല്ല, അവിടുത്തെ പാർട്ടി സഖാക്കന്മാർ എഴുതിണ്ടാക്കിയതാണ്. ആ പാർട്ടി സഖാക്കന്മാരുടെ പേരാണ് ഇതിൽ. ഇത്രയും ആൾക്കാരെ വെച്ചിട്ടാണ് വികസന സമിതി ഉണ്ടാക്കിയത്. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് ആദ്യത്തെ വർഷത്തിൽ കൊടുത്തിരുന്നത്. പിന്നെ ഈ വികസന സമിതിക്ക് വരാതിരിക്കാൻ അവിടെ പാർട്ടി എന്നെ പ്രത്യേകം വിനിയോഗിച്ച് അവരെന്നെ എതിരാക്കി, അവരെന്നെ എതിരായി പ്രവർത്തിക്കാൻ കാരണം മാത്രമാണ് എല്ലാ ജനങ്ങളും ഒപ്പം നിന്നുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് കൊണ്ടുവരാണ് ഇവിടെ ജയിച്ചത്. ഞാൻ എല്ലാ ജനങ്ങളെയും കൂടെ നിന്നു. എല്ലാവരും എന്ത് പറഞ്ഞു, ആർക്കാണ് കൊടുക്കേണ്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തു. ഇതാണ് ഞാൻ അവിടെ ചെയ്ത് തെറ്റ്. അതിനാണ് എന്താ ചെയ്യാന്നറിയാം, ഒന്നിനും പങ്കെടുപ്പിക്കൂല. നീ ഇവിടുത്തെ പാർട്ടിയുടെ പ്രാജ്യത്തെ ആളില്ല. 32 കിലോ നാടൻ ചന്ദനവുമായി 2 പേർ നിലമ്പൂർ വനം ഫ്ലെയിങ് സ്ക്വാഡിന്റെ പിടിയിൽ. കിഴിശ്ശേരി സ്വദേശികളായ അബ്ദുൾ നാസർ, അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. പുളിയക്കോട് സ്വദേശി നാസറിന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ചന്ദനം കണ്ടെത്തിയത്. കഷ്ണങ്ങളും ചീളുകളുമാക്കി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് ചന്ദനം കണ്ടെടുത്തത്. കേസ് തുടരന്വേഷണത്തിനായി കൊടുമ്പുഴ വനം സ്റ്റേഷന് കൈമാറും. തിരുവനന്തപുരം ആര്യനാട് സ്കൂട്ടർ ടെമ്പോ ട്രാവലറിൽ ഇടിച്ച അമ്മയ്ക്കും മകൾക്കും ഗുരുതര പരിക്ക്. ആര്യനാട് സ്വദേശിയായ സുറുമിതയ്ക്കും 4 വയസ്സുള്ള മകൾ അനാദിനുമാണ് പരിക്കേറ്റത്. ഭർത്താവിന്റെ വീടായ കണിയാപുരത്തു നിന്നും ആര്യനാട്ടെ വീട്ടിലേക്കായി സുറുമിത മകൾക്കൊപ്പം വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കാരശ്ശേരി ബാങ്കിൽ ബോർഡ് അറിയാതെ 800ഓളം മെമ്പർഷിപ്പ് ചേർത്തു എന്നാരോപിച്ച് UDF നടത്തിയ സമരത്തെ തുടർന്ന് ബാങ്കിൽ നിലവിലെ ഭരണസമിതിക്ക് പകരം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നിലവിൽ വന്നു. സനതായം ഏനാണ് പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ. ജീവനക്കാർ അറിയാതെ ജീവനക്കാരുടെ ലോഗിൻ ID ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് 800-ലധികം A ക്ലാസ് മെമ്പർഷിപ്പ് പുതുതായി ചേർത്തു എന്നാരോപിച്ചായിരുന്നു സമരം. കാരശ്ശേരി ബാങ്ക് CPIMന്റെ കൈകളിലെത്തിക്കാൻ ബാങ്ക് ചെയർമാനും സഹകരണ വകുപ്പ് ജീവനക്കാരും ഒത്തുകളിച്ചതായി UDF ചെയർമാൻ CK കാസിം പറഞ്ഞു. തൃശൂർ കുന്നംകുളത്ത് ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അശ്രദ്ധമായി തിരിച്ച കാർ എറണാകുളത്ത് നിന്ന് വന്ന ആംബുലൻസുമായി കൂട്ടിയിടിച്ച് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപം വീട്ടുമുറ്റം നിർത്തിയിട്ട കാർ കത്തിച്ച് 3-അംഗ സംഘം. നിലമ്പൂർ കോടതിപ്പടിയിലെ ബാറിന് സമീപമുള്ള വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ബന്ധുവീട്ടിലെത്തിയ വീട്ടിക്കുത്ത് സ്വദേശി അസറുദ്ദീന്റെ കാറാണ് കത്തിച്ചത്. വീടിന്റെ മുൻവശത്തുള്ള ബാറിന്റെ ഗേറ്റിന് മുന്നിൽ എത്തി ഹോൺ അടിച്ച് ബാറിൽ നിന്നും മദ്യം വാങ്ങാൻ ശ്രമം നടത്തിയപ്പോൾ ഹോൺ അടിക്കുന്നതിന്റെ പ്രയാസം വീട്ടുകാർ പറഞ്ഞതാണ് 3-അംഗ സംഘത്തെ പ്രകോപിപ്പിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാത്രമല്ല, ഇവിടെ അപ്പുറത്തും താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പ്രശ്നം തന്നെയാണ്. ഒരു 1:30 മണിയായപ്പം തൊട്ട് മുകളിലത്തെ പമ്പിൽ നിന്ന് അവർ കുറച്ച് പെട്രോളും വാങ്ങി വന്നുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും ഉറങ്ങി എന്നുള്ള വിചാരത്തിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കാറിൻ്റെ മുകളിൽ കൂടി പെട്രോൾ വാങ്ങി കത്തിച്ചാണ് ഉണ്ടായത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റിമാരും ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് 11 മണിക്ക് ഗവൺമെന്റ് ഒരു സമയം കൊടുക്കുന്നത് എന്തിനാ, മദ്യം മറ്റു കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി, 9 മണിക്ക് ശേഷം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 11 മണിക്കാരും 12 മണിക്കാരും ഇവിടെ ഒന്നും ഇതേ പ്രശ്നം തന്നെയാണ്. പോലീസ് വന്ന് പെട്രോൾ പമ്പിലേക്ക് പോയി അവരുടെ CCTV ചോദിച്ചു. നമ്മുടെ CCTV നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ മൊഴി കൊടുത്തു, പിന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ ഇനി ഫോറൻസിക്കിന്റെ ആളുകൾ വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
മലപ്പുറം പുത്തൂരിലെ പെട്രോൾ പമ്പിൽ വെച്ച് കാറിന് തീ പിടിച്ചപ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിപ്പിച്ച് തീയണച്ച് വലിയൊരു ദുരന്തം ഒഴിവാക്കിയ തൊഴിലാളികളെ മലപ്പുറം അഗ്നിരക്ഷാസേന ആദരിച്ചു. സ്റ്റേഷൻ ഓഫീസർ EK അബ്ദുൽ സലീം, ബീഹാർ സ്വദേശികളായ അനിൽ പൂർവിയ, ബബ്ലു, അലോക് എന്നിവരെയാണ് അനുമോദിച്ചത്. ഞായറാഴ്ചയാണ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ മുൻഭാഗത്ത് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 3 കുട്ടികൾ ഉൾപ്പെടെ 5 അംഗ കുടുംബമായിരുന്നു കാറിലുണ്ടായിരുന്നത്. യാത്രക്കാരെ ഡോർ തുറന്ന് പുറത്തിറക്കി സുരക്ഷിതമാക്കിയ ശേഷം നിമിഷ നേരം കൊണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിപ്പിച്ച് തീയണച്ചു. കൊല്ലം കുണ്ടറയിൽ റോഡ് ടാറിങ്ങിന് ഇറക്കിയ മെറ്റൽ കൂമ്പാരം സമീപവാസികൾക്കും യാത്രക്കാർക്കും തടസ്സമാകുന്നു. റോഡ് റീടാറിങ്ങിനായി പൊളിച്ചിട്ടിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ മെറ്റൽ നീക്കം ചെയ്യാനുള്ള നടപടിയെടുത്തിട്ടില്ല. ദിവസേന നിരവധി പേരാണ് മെറ്റൽ കൂനയിൽ തട്ടി വീഴുന്നത്. ഇരുചക്ര വാഹനത്തിന്റെയും ഓട്ടോറിക്ഷയുടെയും മറ്റും ബിയറിംഗ്, ആക്സൽ ടയറുകൾ തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കൽ പണിമുടക്കുന്ന അവസ്ഥയുമാണ്. അടിയന്തര ആശുപത്രി ആവശ്യങ്ങൾക്കായി പോലും പോകാൻ കഴിയുന്നില്ലെന്നും എത്രയും പെട്ടെന്ന് മെറ്റൽ കൂന മാറ്റി റീടാറിംഗ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അതൊന്നും മാറ്റിയിടാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടൊക്കെ അവർ ഇതുവരെ കേട്ടിട്ടില്ല. അത് വളയുന്നിടത്ത്, റോഡ് ഇങ്ങനെ വളഞ്ഞു കയറുന്നിടത്താണ് കൊണ്ടിട്ടേക്കുന്നത്. അല്ലാതെ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ കൊണ്ടിടാനായിട്ടൊക്കെ. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. കുറച്ചു നാളായി നമ്മൾ ഈ ഒരു പരാതി പറഞ്ഞു തുടങ്ങിയിട്ട്. മാത്രമല്ല, ഇതിന്റെ കോൺട്രാക്ടർ ഇപ്പോൾ ഇവിടെ അടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി പരാതി പറഞ്ഞു അതൊന്ന് മാറ്റാനായിട്ട്. പത്രമാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നതാണ്. പക്ഷെ അവരതിന് ചെവി കൊള്ളുന്നില്ല, അതിനൊരു നടപടി സ്വീകരിക്കുന്നില്ല.